ഭഗവാനെ പരീക്ഷയ്ക്ക് ജയിച്ചാൽ മതിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ കിട്ടണേ. കാത്തോളേ. അച്ഛാ ഞാൻ സ്കൂളിൽ പോയിട്ട് വരാട്ടാ. സ്കൂളിൽ പോണതൊക്കെ കൊള്ളാം. പരീക്ഷയ്ക്ക് ജയിച്ചില്ലെങ്കിൽ നീ പിന്നെ എന്നെ അച്ഛാന്ന് വിളിച്ച് പോകരുത്. ശരി അച്ഛാ. അമ്മോ ഞാൻ സ്കൂളിൽ പോയിട്ട് വരാട്ടാ. ടാറ്റ ചേച്ചി. ആ ശരി ടാറ്റ. എൻ്റെ പണ്ടത്തെ ഇതോ ഒന്ന് തേച്ച് മിനിക്കട്ടെ. അച്ഛാ എന്തിനാ അച്ഛാ വടി? അതൊക്കെ ഉണ്ട്. എത്രയാ മാർക്ക്? അച്ഛൻ്റെ വയസ്സ് എത്രയാണോ അത്ര. എന്നാ എൻ്റെ പൊന്നുമോൾ ആ വയസ്സൊന്ന് പറഞ്ഞു. അച്ഛനറിയില്ല അച്ഛൻ്റെ വയസ്സ് 20. അയ്യടാ, എന്നാ അങ്ങനെ എന്നെ സോപ്പിടാൻ നോക്കണ്ട. 45 വയസ്സുള്ള എന്നെ 20 വയസ്സുകാരനാക്കി. ഈ റീൽസൊക്കെ ഞാൻ പണ്ടേ കണ്ടതാണ്. ഇവിടെ ഒന്ന് കിടി, ഇവിടെ വരാൻ. വടിയൊക്കെ വേണോ അച്ഛാ? വേണം, അതൊക്കെ ഞാൻ നോക്കിയോണ്ട്. ഇവിടെ വടി, ഇവിടെ വരാൻ. ഇവിടെ ഇവിടെ വന്നിക്ക്. ഇവിടെ മതിയോ? അവിടെ പോരാ, ഇവിടേക്ക് പാടി. ഇവിടെ 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 മതിയില്ലേ? ഇവിടെ വരാൻ പറഞ്ഞ് ഇവിടെ ഇരിക്കുക. ഇവിടെ അടിച്ചോ അടിച്ചോ. കയറിയിരിക്കടി. ആ കയറി. ആ കയറി. കൈ പിന്നിക്ക് തിരിക്കടി. കൈ അടിച്ചാൽ മതി അച്ഛാ. അച്ഛാ കൈ അടിച്ചാൽ മതി. വടീന്ന് വിടാൻ, വടീന്ന് വിട്ട് അല്ലെങ്കിൽ വീണ്ടും കിട്ടും. അച്ഛാ അച്ഛാ അടിക്കില്ല അച്ഛാ. അച്ഛാ ആ എനിക്ക് വേനെടുക്കുന്നത്. ആ ആ ആ ഇനി നീ എന്നെ അച്ഛാന്ന് വിളിച്ചു പോരുത്. അടുത്ത ദിവസം സ്കൂളിൽ പോട്ടെ. മനോജ് ഞാൻ സ്കൂളിൽ പോട്ടെ. മനോജ് എന്താടി ഇങ്ങനെ ഒരു ടോക്ക്? നാട്ടുകാർ വല്ല കേക്കിലടി. എന്താ നീ പറയണേ? മനോജ് തന്നെയല്ലേ പറഞ്ഞ മനോജിനെ ഇനി അച്ഛാന്ന് വിളിക്കില്ലെന്ന്. പിന്നെ എടാ പോടാന്ന് വിളിക്കാൻ പറ്റുമോ? വേണമെങ്കിൽ ഞാൻ അങ്ങനെ വിളിക്കാം. അച്ഛനെ ആ ദേഷ്യത്തിൽ അറിയാണ്ട് പറഞ്ഞു പോയതല്ലേ. ഇനി മോൾ അച്ഛനെ പേര് വിളിക്കണ്ട കേട്ടോ. പരീക്ഷയ്ക്ക് തോറ്റാലും ജയിച്ചാലും മോള് അച്ഛനെ തന്നെ വിളിച്ചാൽ മതി. ഇനി അച്ഛൻ പരീക്ഷയ്ക്ക് തോറ്റാലും ജയിച്ചാലും മോളെ അടിക്കില്ല. അച്ഛൻ പാവല്ലേ. അങ്ങനെ വഴിക്ക്